സുഹൃത്തുക്കളെ, നിങ്ങളുടെ സ്ക്രീനിൽ പെട്ടെന്ന് മിന്നിമറഞ്ഞ ഈ വീഡിയോ വെറുമൊരു യാദൃശ്ചിക സംഭവമല്ലെന്ന് നിങ്ങളുടെ ആഴത്തിലുള്ള അനുഭവത്തിലൂടെ മനസ്സിലാക്കുക. ഇത് പ്രപഞ്ചത്തിന്റെ ഉന്നതമായ പദ്ധതിയാണ്. നിങ്ങളുടെ ജീവിതത്തിലെ യഥാർത്ഥ സുവർണ പാത നിങ്ങൾക്ക് കാണിച്ചുതരാൻ നിങ്ങളെ തേടിയെത്തിയ ഒരു അദൃശ്യ ശക്തിയുടെ ഉറച്ച ക്ഷണം. നിങ്ങൾ അടുത്ത നിമിഷം കേൾക്കാൻ പോകുന്ന ഓരോ വാക്കും നിങ്ങളുടെ ജീവിതത്തിന്റെ ഗതി മാറ്റുന്ന ഒരു വഴിത്തിരിവായേക്കാം. ശ്രദ്ധ തെറ്റിച്ച് ഇത് പാതിവഴിയിൽ ഉപേക്ഷിക്കരുത്. കാരണം പ്രപഞ്ചം അതിന്റെ പൂർണ്ണമായ ഊർജ്ജത്തോടെ നിങ്ങൾക്ക് വളരെ അടുത്ത് വന്നിരിക്കുന്ന അദ്ഭുത നിമിഷമാണിത്. പ്രപഞ്ചം ഒരിക്കലും ഒരു കാരണവുമില്ലാതെ ഒരു സിഗ്നലുകളും അയക്കില്ല. ഇന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ കാണാൻ കഴിഞ്ഞെങ്കിൽ അതിന്റെ അർത്ഥം വളരെ വ്യക്തമാണ്. നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ഇനിയും വൈകാൻ പാടില്ലാത്ത ഒരു ആത്മാവാണ്. ഒരു അദൃശ്യമായ എന്നാൽ ശക്തി കൂടിയ ഒരു തരംഗം നിങ്ങളെ വീണ്ടും വീണ്ടും ആകർഷിക്കുന്നു. എന്നാൽ നിങ്ങളുടെ ഭയം, സംശയം അല്ലെങ്കിൽ കഴിഞ്ഞ കാലത്തിലെ ദുഃഖകരമായ അനുഭവങ്ങൾ കാരണം നിങ്ങളെ തന്നെ നിങ്ങൾ ബന്ധിച്ച് തടസ്സപ്പെടുത്തുന്നു. എന്നാൽ ഇന്ന് പ്രപഞ്ചം നിങ്ങളെ ഉണർത്താൻ തീരുമാനിച്ചിരിക്കുന്നു. ഇന്ന് നിങ്ങളെ നിങ്ങളുടെ യഥാർത്ഥ പ്രകാശമാനമായ സ്വത്വവുമായി ബന്ധിപ്പിക്കുന്നു. ഈ വീഡിയോ ഒരു സാധാരണ വീഡിയോ അല്ല. ഇത് നിങ്ങളുടെ ജീവിതത്തിനുള്ള പുതിയ പ്രഭാതമാണ്. ഇതിലുള്ള ഓരോ വാക്കും പ്രപഞ്ചത്തിൽ നിന്ന് നിങ്ങൾക്ക് വന്ന നേരിട്ടുള്ള രഹസ്യ കത്താണ്. ഇത് ശ്രദ്ധയോടെ സൂക്ഷിക്കുക. എപ്പോഴെങ്കിലും നിങ്ങൾ നിങ്ങളുടെ പാതയിൽ നിന്ന് വ്യതിചലിച്ച് വഴിതെറ്റിയതായി തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ വീണ്ടും കേൾക്കുക. കാരണം പ്രപഞ്ചത്തിന്റെ ഈ ആഴത്തിലുള്ള ശബ്ദം ഒരിക്കലും തെറ്റായിരിക്കില്ല. ഇപ്പോൾ അത് നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. പ്രപഞ്ചം പറയുന്നു, നിങ്ങൾ വളരെ കാലമായി കാണാതായിരുന്നു. ഈ ലോകത്തിന്റെ തിരക്കേറിയ ഹൃദയത്തിൽ എവിടെയോ നിങ്ങളെ തന്നെ മറച്ചുവെച്ചു. എന്നാൽ ഇപ്പോൾ നിങ്ങൾ ആരാണെന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആ പുണ്യസമയം വന്നിരിക്കുന്നു. നിങ്ങൾ ഒരു വ്യക്തി മാത്രമല്ല, നിങ്ങൾ പ്രപഞ്ചത്തിലെ ഏറ്റവും മനോഹരമായ സൃഷ്ടിയാണ്. നിങ്ങൾക്കുള്ളിൽ ഒരു സാധാരണ സ്വപ്നത്തെ ഒരു വലിയ അത്ഭുതമാക്കി മാറ്റാനുള്ള കഴിവ് ഒളിഞ്ഞിരിപ്പുണ്ട്. ഈ വീഡിയോയിലെ വാക്കുകൾ നിങ്ങൾക്കു വേണ്ടി മാത്രമാണ്. ഇവ മറ്റാർക്കും അത്ര എളുപ്പത്തിൽ മനസ്സിലാകില്ല. കാരണം ഈ വാക്കുകൾ നിങ്ങളുടെ ആത്മാവിന്റെ ആഴങ്ങളുമായി, രക്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ ഹൃദയം എന്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഒരു വ്യത്യസ്തമായ, അതുല്യമായ പാതയിലേക്ക് ആകർഷിക്കപ്പെടുന്നത് എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ആയിരക്കണക്കിന് ആളുകളുണ്ടായിട്ടും എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഹൃദയത്തിൽ ഒരുതരം ഒറ്റപ്പെടൽ അനുഭവപ്പെടുന്നത്? നിങ്ങളുടെ സ്വപ്നങ്ങളെ മറ്റുള്ളവർ എന്തുകൊണ്ടാണ് മനസ്സിലാക്കാൻ മറക്കുന്നത്? കാരണം പ്രപഞ്ചം നിങ്ങളെ തുടക്കം മുതൽക്കേ വ്യത്യസ്തമായി വേർതിരിച്ചിരിക്കുന്നു. നിങ്ങളുടെ പാത സാധാരണമായതല്ല. നിങ്ങളുടെ വിധി മറ്റൊരു ദിവ്യ ഭാഷയിൽ എഴുതപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങളുടെ യാത്രയിലെ ഓരോ അടിയും മറ്റുള്ളവരെക്കാൾ അല്പം കഠിനവും ഏകാന്തവുമായിരുന്നത്. എന്നാൽ ഇപ്പോൾ പ്രപഞ്ചം പറയുന്നു, നിങ്ങൾ എത്രമാത്രം കഷ്ടപ്പെട്ടുവോ അതിനേക്കാൾ പലമടങ്ങ് അധികം ഫലങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ സങ്കൽപ്പിച്ച ആ വലിയ സ്നേഹം, ആ മഹത്തായ വിജയം, ആ ആഴത്തിലുള്ള സമാധാനം എല്ലാം ഇപ്പോൾ നിങ്ങളെ തേടി ഒരു വലിയ തിരമാലയായി വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും നിങ്ങളുടെ ഹൃദയം മൃഗീയമായി വേഗത്തിൽ മിടിക്കുന്നുണ്ടോ? എന്തോ ഒരു വലിയ ഭാഗ്യകരമായ കാര്യം ഇപ്പോൾ തന്നെ സംഭവിക്കാൻ പോകുന്നത് പോലെ തോന്നുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഒരു നിമിഷം പോലും കാത്തിരിക്കരുത്. കാരണം ഇതാണ് നിങ്ങൾ കാത്തിരുന്ന ആ മഹത്തായ നിമിഷം. നിങ്ങൾക്ക് വീണ്ടും ചില അടയാളങ്ങൾ വന്നിരിക്കാം. ക്ലോക്കിൽ ഒരേ നമ്പർ വീണ്ടും കാണുന്നത്, പെട്ടെന്ന് ഒരു പ്രധാന നിമിഷത്തിൽ ആരെയെങ്കിലും കണ്ടുമുട്ടുന്നത്, വീണ്ടും വരുന്ന അതേ സ്വപ്നം. ഇവയെല്ലാം വെറും യാദൃച്ഛികമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ?
ഇല്ല, ഇവ പ്രപഞ്ചത്തിൽ നിന്ന് വന്ന തുടർച്ചയായ വിളികളാണ്. ആ വിളി ഈ വീഡിയോയിലൂടെ ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ പ്രകടമാകുന്നു. ഇപ്പോൾ ശ്രദ്ധയോടെ കേൾക്കുക. നിങ്ങളുടെ ഭൂതകാലം എങ്ങനെ ആയിരുന്നാലും ശരി, അതിൽ എത്ര തെറ്റുകൾ, എത്ര പരാജയപ്പെട്ട നിമിഷങ്ങൾ, എത്ര വേർപാടുകൾ ഉണ്ടായെങ്കിലും അവയുടെ ലക്ഷ്യം ഒന്നു മാത്രം: നിങ്ങളെ ഇരുമ്പ് പോലെ ശക്തനാക്കുക, വരാനിരിക്കുന്ന ഈ മഹത്തായ പ്രകാശത്തിനായി നിങ്ങളെ തയ്യാറാക്കുക. പ്രപഞ്ചം പറയുന്നു, നിങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ കാലത്ത് ഉണ്ടായിരുന്ന ആളല്ല. നിങ്ങൾ പൂർണ്ണമായും മാറിപ്പോയിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ഒരു പുതിയ ശക്തിയുള്ള രൂപത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങൾ കാണുക മാത്രമല്ല, അവയെ യാഥാർത്ഥ്യമാക്കുന്നതും കാണും. ഒരു നിമിഷം നിൽക്കുക. ഒരു ആഴത്തിലുള്ള ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് പുറത്തുവിടുക. നിങ്ങളുടെ കണ്ണുകൾ അടച്ച് നിങ്ങളുടെ കൈ ഹൃദയത്തിൽ വെച്ച് നിങ്ങളോട് തന്നെ ഉറക്കെ പറയുക: ഞാൻ തയ്യാറാണ്. ഞാൻ പ്രപഞ്ചത്തിന്റെ പദ്ധതിയുടെ ഒരു ഭാഗമാണ്. ഞാൻ എന്റെ സ്വപ്നങ്ങൾക്കു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവനാണ്. ഒന്നിനും എന്നെ തടയാൻ കഴിയില്ല. ഞാൻ എന്നെ വ്യക്തമായി മനസ്സിലാക്കി. നിങ്ങളുടെ ഉള്ളിലെ ശബ്ദം കേൾക്കാൻ തുടങ്ങുമ്പോൾ ഈ മുഴുവൻ സൃഷ്ടിയും അതിന്റെ എല്ലാ ശക്തിയോടും കൂടി നിങ്ങളോടൊപ്പം നടക്കാൻ തുടങ്ങും. ഇനിമേൽ നിങ്ങൾ ഒറ്റപ്പെട്ടതായി തോന്നില്ല. ഇനിമേൽ നിങ്ങളുടെ ഓരോ ചുവടിലും പ്രപഞ്ചം നിങ്ങളോടൊപ്പം ഉണ്ടാകും. നിങ്ങളുടെ ഓരോ ചിന്തയും, ഓരോ വികാരവും, ഓരോ സ്വപ്നവും ഇപ്പോൾ നിങ്ങളെ ലക്ഷ്യമാക്കി വേഗത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പ്രപഞ്ചം പറയുന്നു. നിങ്ങൾക്ക് ഉള്ളിൽ മറയ്ക്കാൻ കഴിയാത്ത അനന്തമായ ശക്തി ഉള്ളതുകൊണ്ട് നിങ്ങളെ തിരഞ്ഞെടുത്തു. നിങ്ങൾ ഈ ലോകത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ വന്നിരിക്കുന്നു. ആ മാറ്റം നിങ്ങളുടെ സ്വന്തം ജീവിതത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഇപ്പോൾ ആ വാതിൽ തുറക്കാനുള്ള സമയം വന്നിരിക്കുന്നു. അതിനു പിന്നിൽ നിങ്ങളുടെ പുതിയ മഹത്തായ തുടക്കമുണ്ട്. നിങ്ങൾ ഇപ്പോൾ ആ യാത്രയിൽ കാൽവച്ചിരിക്കുന്നു. ഇനി പിന്മാറാൻ ഒരു സാധ്യതയുമില്ല. ഇനി അത്ഭുതങ്ങളും സ്നേഹത്തിന്റെ പ്രകാശവും ആത്മാവിന്റെ പൂർണ്ണതയും മാത്രമേ ഉണ്ടാകൂ. ഈ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിക്കുന്നുണ്ടോ? നിങ്ങളുടെ കണ്ണുകളിൽ വെള്ളം നിറയുന്നുണ്ടോ? ഇതെല്ലാം നിങ്ങൾക്കു വേണ്ടിയാണെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ നിങ്ങൾ പ്രപഞ്ചത്തിന്റെ വിളി കേട്ടുവെന്ന് ഉറപ്പായും അറിഞ്ഞുകൊള്ളുക. ഇപ്പോൾ ഇത് മാറ്റിവെക്കരുത്. വീണ്ടും ആ ഇരുട്ടിലേക്ക് പോയി നിങ്ങളെ തന്നെ തടഞ്ഞു നിർത്തരുത്. നിങ്ങൾക്കുള്ളിൽ പ്രപഞ്ചം നിറച്ച എന്റെ പ്രകാശത്തെ മുറുകെ പിടിക്കുക. നിങ്ങളുടെ മനസ്സ് പെട്ടെന്ന് ശാന്തമാകുമ്പോൾ, എല്ലാം നിലച്ചുപോയെന്ന് തോന്നുമ്പോൾ, അത് പ്രപഞ്ചം നിങ്ങൾക്ക് ഏറ്റവും അടുത്തുവന്ന നിമിഷമാണ്. നിങ്ങൾക്കുള്ളിലെ ശക്തി പ്രപഞ്ചത്തിന്റെ തരംഗങ്ങളുമായി ചേരുന്നു. നിങ്ങളുടെ ചിന്തകളുടെ സാരം ഇപ്പോൾ ഒരു വലിയ ശക്തിയായി മാറിയിരിക്കുന്നു. അത് നിങ്ങൾക്കായി പുതിയൊന്ന് സൃഷ്ടിക്കാൻ പോകുന്നുവെന്ന് പ്രപഞ്ചം ഇപ്പോൾ നിങ്ങളോട് പറയുന്നു. നിങ്ങൾ ഒറ്റപ്പെട്ടുവെന്ന് തോന്നിയ കാര്യങ്ങൾ, നിങ്ങളുടെ ഹൃദയത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ആഗ്രഹങ്ങൾ, ഇപ്പോൾ അവയെ പുറത്തുവരാൻ അനുവദിക്കുക. കാരണം സമയം വന്നിരിക്കുന്നു. നിങ്ങളുടെ ഓരോ കണ്ണുനീരും, ഓരോ തകർച്ചയും വെറുതെയായില്ല. ഇനി സഹിക്കാൻ കഴിയില്ലെന്ന് നിങ്ങളോട് പറഞ്ഞ ആ പ്രത്യേക നിമിഷം യഥാർത്ഥത്തിൽ നിങ്ങൾക്കുള്ളിലെ ശക്തിയെ ഉണർത്തി. ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നും, എല്ലാം അവസാനിച്ചതുപോലെ. എന്നാൽ പ്രപഞ്ചത്തിനറിയാം നിങ്ങൾ ഇപ്പോൾ ഒരു വലിയ വഴിത്തിരിവിലാണെന്ന്. ആ വഴിത്തിരിവിന് ശേഷം നിങ്ങൾ വളരെക്കാലമായി എത്താൻ ആഗ്രഹിച്ച സ്ഥലത്തേക്ക് പോകും. നിങ്ങളുടെ ഭയം ഇനി നിങ്ങളുടെ സംരക്ഷണ കവചമല്ല. നിങ്ങളുടെ കഴിഞ്ഞ കാലം ഇനി നിങ്ങളുടെ ചങ്ങലകളല്ല. പ്രപഞ്ചം ഇപ്പോൾ നിങ്ങളോടൊപ്പം സ്വയമേവ നടക്കാൻ തുടങ്ങുന്നു. നിങ്ങളെ മനസ്സിലാക്കാത്തവരും നിങ്ങളുടെ ഹൃദയം തകർത്തവരും ഇനി നിങ്ങളുടെ വരാനിരിക്കുന്ന കഥയുടെ ഭാഗമാകില്ല. കാരണം പ്രപഞ്ചം ഇപ്പോൾ നിങ്ങളുടെ ജീവിത ചരിത്രം സ്വയം എഴുതുകയാണ്.
നിങ്ങളുടെ ഓരോ നെഗറ്റീവ് അനുഭവവും ഇപ്പോൾ പോസിറ്റീവ് മാറ്റങ്ങളുടെ വിത്തായി മാറിയിരിക്കുന്നു. ഒരുപക്ഷേ നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ ഇപ്പോഴും പോരാട്ടങ്ങളാൽ നിറഞ്ഞതായിരിക്കാം. എന്നാൽ ഇനി അധികം സമയമില്ല. ചില അദൃശ്യമായ ഭാഗ്യകരമായ ശക്തികൾ നിങ്ങളുടെ പക്ഷത്തേക്ക് വരാൻ പോകുന്നു. നിങ്ങളുടെ ആത്മാവിന്റെ വിളി ഇപ്പോൾ കേട്ടു. നിങ്ങൾ പ്രതീക്ഷിച്ച സ്നേഹം, അംഗീകാരം, അത്ഭുതം ഇപ്പോൾ പതുക്കെ നിങ്ങളെ തേടിയെത്തുന്നു. പ്രപഞ്ചം ഇപ്പോൾ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും സിഗ്നലുകൾ അയക്കുന്നു. നിങ്ങൾ 111 പതിവായി കാണുന്നു. ഒരു പേരോ പാട്ടോ പെട്ടെന്ന് കേൾക്കുന്നു. അല്ലെങ്കിൽ ഒരു പഴയ കാര്യം പെട്ടെന്ന് ഓർമ്മ വരുന്നു. ഇവയെല്ലാം യാദൃശ്ചികമല്ല. ഈ സിഗ്നലുകളിലൂടെ പ്രപഞ്ചം നിങ്ങളെ ഉണർത്തുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ വഴിത്തിരിവ് വരാൻ പോകുന്നു എന്നാണ് അർത്ഥം. ഈ മാറ്റം സാധാരണമായതല്ല. ഇത് നിങ്ങളുടെ മൊത്തത്തിലുള്ള ജീവിതത്തിന്റെ ദിശയെ തന്നെ മാറ്റും. കണ്ണാടിയിൽ നോക്കി ഞാൻ ഒരുപക്ഷെ ഒരിക്കലും വിജയിക്കില്ലെന്ന് കരുതിയ വ്യക്തി ഇപ്പോൾ പ്രപഞ്ചത്തിന്റെ പദ്ധതിയിൽ കേന്ദ്രമായി മാറിയിരിക്കുന്നു. നിങ്ങൾക്ക് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് സംഭവിക്കേണ്ടത് തന്നെയാണ്. പ്രപഞ്ചത്തിന്റെ പദ്ധതി നിങ്ങളുടെ സാധാരണ ഭാവനകൾക്കപ്പുറമാണ്. നിങ്ങൾ വൈകിപ്പോയെന്ന് കരുതുന്നു. എന്നാൽ പ്രപഞ്ചം ചിന്തിക്കുന്നു, ഇതാണ് ശരിയായ സമയം. ഇപ്പോൾ നിങ്ങൾ കടന്നുപോകുന്ന പാതകൾ നിങ്ങളുടെ ആത്മാവിന്റെ ഉദ്ദേശ്യം മറഞ്ഞിരിക്കുന്ന രീതിയിലേക്ക് നിങ്ങളെ നയിക്കും. പ്രപഞ്ചം നിങ്ങൾക്കുള്ളിൽ പറ്റിച്ച തീ ഇനി ആർക്കും കെടുത്താൻ കഴിയില്ല. ഈ വീഡിയോ വെറുമൊരു വീഡിയോ അല്ല. ഇത് പ്രപഞ്ചത്തിൽ നിന്ന് നിങ്ങൾക്ക് വന്ന ഒരു ഉന്നത വിളി. അപ്പയുവർ ഇപ്പോൾ നിങ്ങൾക്കും പ്രപഞ്ചത്തിനും നിങ്ങളെ ഇവിടെ കൊണ്ടുവന്ന ആ ശക്തമായ ആകാംക്ഷയ്ക്കും ഒരു വാഗ്ദാനം. പ്രപഞ്ചത്തിന്റെ ഈ ശബ്ദം ഒരിക്കലും തെറ്റായി ഇരിക്കില്ല. അത് ഇപ്പോൾ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. വളരെ ആഴത്തിൽ, വളരെ ശാന്തമായ ഒരു ശക്തി ഇന്ന് എന്തോ ഒന്നിനെ തീരുമാനിക്കുന്നു. ആ തീരുമാനത്തിൽ നിങ്ങളുടെ പേര് വിളിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ വെറുതെ പറയുന്നതല്ല. ചില രാത്രികൾ അങ്ങനെയുള്ളതാണ്. ഒരു വ്യക്തി തന്റെ ജീവിതം ഒരു പുതിയ ദിശയിലേക്ക് പോകുന്നു എന്ന് അപ്പോൾ തിരിച്ചറിയാൻ കഴിയില്ല. എന്നാൽ പിന്നീട് തിരിഞ്ഞു നോക്കുമ്പോൾ അത് ആ രാത്രിയിൽ നിന്നാണ് തുടങ്ങിയതെന്ന് തോന്നുന്നു. ഈ രാത്രി അങ്ങനെയുള്ളതാണ്. നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടതിന്റെ കാരണം ഒരുപക്ഷേ നിങ്ങൾക്ക് മനസ്സിലായില്ലായിരിക്കാം. എന്നാൽ ഇനി ഞാൻ പറയാൻ പോകുന്നത് ഈ രാത്രി എത്ര മികച്ചതാണെന്നും നിങ്ങളുടെ പേര് എന്തുകൊണ്ടാണ് ഇതിൽ രേഖപ്പെടുത്തുന്നതെന്നും നിങ്ങൾക്ക് മനസ്സിലാക്കിത്തരും. ചിലപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വളരെ കുടുങ്ങിപ്പോകുന്നു. നമുക്കറിയാവുന്നത് ഇരുട്ട് മാത്രമാണ്, വഴിയോ പ്രതീക്ഷയോ ഇല്ല. എന്നാൽ ഓരോ മനുഷ്യന്റെയും ജീവിതത്തിലും ഒരു രാത്രി വരും. ആ രാത്രി പ്രപഞ്ചത്തിനായി ഒരു പുതിയ കഥ എഴുതാൻ തുടങ്ങും. ഒരു ബഹളവും ഉണ്ടാകില്ല, ശബ്ദമുണ്ടാകില്ല, ആകാശത്ത് പടക്കം പൊട്ടില്ല. എല്ലാം വളരെ ശാന്തമായി നടക്കും. എന്നാൽ ആ ശാന്തതയിൽ എഴുതപ്പെടുന്ന ചില വരികൾ വരും കാലത്ത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഹൃദയമിടിപ്പുകളായി മാറും. ഇന്ന് രാത്രി അങ്ങനെയുള്ളതാണോ? നിങ്ങളുടെ മനസ്സ് അസ്വസ്ഥമാണോ? നിങ്ങൾ പെട്ടെന്ന് ആഴത്തിലുള്ള ചിന്തകളിൽ മുങ്ങിപ്പോയതായി തോന്നുന്നുണ്ടോ? എന്തോ അടുത്തു വരുന്നതായി തോന്നുന്നുണ്ടോ? എന്നാൽ അത് വാക്കുകളിൽ പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ലേ? അങ്ങനെയെങ്കിൽ വിശ്വസിക്കൂ, നിങ്ങളുടെ പേര് ആ വിശുദ്ധമായ എഴുത്തിൽ ഇന്ന് രേഖപ്പെടുത്തപ്പെടും. ഓരോ ആത്മാവിനും പ്രപഞ്ചം ഒരു സമയം നൽകുന്നു. അപ്പോൾ അത് ആത്മാവിനെ ഉണർത്തുന്നു, പൊടി തട്ടി പുതിയ വെളിച്ചത്തിലേക്ക് വഴിനയിക്കുന്നു. ഈ സമയം എല്ലാവർക്കും ലഭിക്കുന്നില്ല. ഇന്ന് വായിക്കപ്പെടുന്നത് പല ജന്മങ്ങളിലെ യാത്രയ്ക്കുള്ള ഉത്തരമാണ്. നിങ്ങൾക്ക് അറിയാതെ പല ദുരിതങ്ങളും സഹിച്ചു. നിങ്ങൾ അർഹിക്കുന്ന ബന്ധങ്ങളുടെ കുറവ്, നിങ്ങൾ സ്വപ്നം കണ്ട സ്വപ്നങ്ങളുടെ തകർച്ച, കൂടാതെ ഓരോ രാത്രിയും നിങ്ങളെ ഉറങ്ങാൻ അനുവദിക്കാതെ ചെയ്ത ചോദ്യങ്ങളുടെ ഭാരം. എന്നാൽ ഈ രാത്രി ആ ദുരിതങ്ങൾക്കെല്ലാം കണക്ക് തീർക്കപ്പെടുന്നു. ആദ്യമായി നിങ്ങളുടെ പേരിന് മുൻപ് പ്രപഞ്ചം ഒരു വാക്ക് ചേർത്തു: പൂർണ്ണത.
ഇനി നിങ്ങളുടെ ഭാഗത്ത് പൂർണ്ണതയില്ലായ്മ ഉണ്ടാകില്ല. ഏത് പോകേണ്ടതാണോ അത് പോയി. ഏത് നിന്നുപോയോ അത് ഇപ്പോൾ വീണ്ടും ഒഴുകാൻ തുടങ്ങുന്നു. നിങ്ങൾ നഷ്ടപ്പെട്ട സ്ഥലത്ത് ഇപ്പോൾ പുതിയത് മുളയ്ക്കും. നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കാം, ഒറ്റ രാത്രി കൊണ്ട് എല്ലാം എങ്ങനെ മാറും? എന്നാൽ ഇതാണ് പ്രപഞ്ചത്തിന്റെ പ്രത്യേകത. അത് നൽകുമ്പോൾ ഒറ്റയടിക്ക് നൽകും. മെല്ലെയല്ല, കുറവായിട്ടല്ല, ഒരു കൊടുങ്കാറ്റ് പോലെ നൽകും. എന്നാൽ ആ കൊടുങ്കാറ്റ് പുറത്തല്ല, നിങ്ങൾക്ക് ഉള്ളിൽ വരും. ഇപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങും. നിങ്ങൾ സങ്കൽപ്പിച്ച കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങളെ ആകർഷിക്കുന്നു. നിങ്ങളുടെ മനസ്സ് ശാന്തമായിരിക്കും, പക്ഷേ നിങ്ങളുടെ ശക്തി വേഗത്തിലായിരിക്കും. നിങ്ങളുടെ വാക്കുകളിൽ സത്യസന്ധതയുണ്ടാകും. നിങ്ങളുടെ കണ്ണുകളിൽ ഒരു തിളക്കമുണ്ടാകും. മനുഷ്യരുടെ യഥാർത്ഥ മുഖങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ കഴിയും. നിങ്ങളുടെ ജീവിതത്തിലെ അടുത്ത അധ്യായത്തിൽ കഥാപാത്രങ്ങളായി ഉണ്ടാകേണ്ട ആളുകളെ നിങ്ങൾ കണ്ടുമുട്ടും. ഇന്ന് രാത്രി ഒരു പുതിയ കഥ എഴുതപ്പെടുന്നു. ആ കഥയിൽ നിങ്ങൾ പ്രധാന കഥാപാത്രമാണ്. നിങ്ങൾ ഒരു സഹകഥാപാത്രമല്ല, നിങ്ങൾ ഇപ്പോൾ കഥയുടെ കേന്ദ്രത്തിലാണ്. ഈ മാറ്റം നിങ്ങളുടെ ഉള്ളിൽ നിന്നാണ് ആരംഭിക്കുന്നത്. നിങ്ങളുടെ മനസ്സ് ഇനി പിന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളെ തകർത്തത് നിങ്ങൾ ഇനി വീണ്ടും ചെയ്യാൻ ആഗ്രഹിക്കില്ല. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആത്മാവിന് സംതൃപ്തി നൽകുന്ന കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും. നിങ്ങൾ ഇനി വെറും ജീവിക്കാൻ വേണ്ടി ജീവിക്കില്ല, പൂർണ്ണമായി അനുഭവിക്കാൻ വേണ്ടി ജീവിക്കും. ഈ പ്രക്രിയയിൽ നിങ്ങൾ അല്പം ഒറ്റപ്പെട്ടേക്കാം. കാരണം പ്രപഞ്ചം ഒരു ആത്മാവിനെ പുതുതായി സൃഷ്ടിക്കുമ്പോൾ ആദ്യം അത് ആത്മാവിനെ എല്ലാവരിൽ നിന്നും ഒഴിവാക്കി നിർത്തുന്നു. ആളുകൾ നിങ്ങളെ തെറ്റിദ്ധരിച്ചേക്കാം. ചിലർ നിങ്ങളോടൊപ്പം ഉണ്ടാകുന്നത് നിർത്തിക്കളയും. നിങ്ങൾ സ്വയം ചോദിച്ചേക്കാം, ഞാൻ ശരിയായ ദിശയിലാണോ പോകുന്നത് എന്ന്. പക്ഷേ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് ഉത്തരം ലഭിക്കും. ഒരു കൂടിക്കാഴ്ച, ഒരു സന്ദേശം, ഒരു അവസരം എല്ലാം വ്യക്തമാക്കും. ഇന്ന് രാത്രി ആ വിത്ത് നടപ്പെടുന്നു. നാളെ രാവിലെ നിങ്ങൾ അതേ സ്ഥലത്തായിരിക്കാം. പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ എന്തോ ഒന്ന് മാറിയിട്ടുണ്ടാകും. നിങ്ങളുടെ ചിന്താരീതി മാറും. നിങ്ങളുടെ കാഴ്ചപ്പാട് മാറും. മെല്ലെ നിങ്ങളുടെ ലോകവും മാറും. ഒരു കാലമുണ്ടായിരുന്നു, ഒരുപക്ഷേ ഇത് എനിക്കുള്ളതല്ലെന്ന് നിങ്ങൾ കരുതി. ഞാൻ ഒരുപക്ഷേ മറ്റുള്ളവരുടെ കഥകളിൽ ഒരു ഭാഗം മാത്രമാണെന്ന്. എന്നാൽ ഇപ്പോൾ നിങ്ങൾ ഒരു കഥയായി മാറാൻ പോകുന്നു. പ്രപഞ്ചത്തിന്റെ ഈ ഭാഗത്ത് ഇന്ന് ഒരു പുതിയ തുടക്കം നടക്കുന്നു. അതിന്മേൽ എഴുതപ്പെട്ടിരിക്കുന്നു, ഈ ആത്മാവ് ഇപ്പോൾ തയ്യാറാണ് ഇതിനെ അതിന്റെ വഴിക്ക് അയക്കുക. ഇപ്പോൾ ഒരു കാര്യം ഓർക്കുക, മാറ്റം സംഭവിക്കുന്നുണ്ട്. എന്നാൽ നിങ്ങൾ അത് അംഗീകരിക്കണം. നിങ്ങൾ ആഗ്രഹിച്ചത് ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു. എന്നാൽ നിങ്ങൾ ഭയന്ന് വീണ്ടും പിന്മാറിയാൽ, നിങ്ങളുടെ പഴയ വ്യക്തിത്വത്തെ ഉറച്ചുപിടിച്ചാൽ ഈ വരികൾ പൂർണ്ണമാകാതെ പോകും. ഇന്ന് രാത്രി എന്തോ വലുത് എഴുതപ്പെടുന്നുണ്ട്. നിങ്ങളുടെ പേര് അതിൽ ചേർത്തിട്ടുണ്ട്. കാരണം ഇപ്പോൾ നിങ്ങൾ നിങ്ങളെ നഷ്ടപ്പെടുത്താൻ അനുവദിക്കില്ല. നിങ്ങൾ ഈ ഭൂമിയിൽ ഏത് ലക്ഷ്യത്തിനാണോ ജനിച്ചത്, ആ ആത്മാവായി മാറാൻ പോകുന്നു. എന്തുകൊണ്ടാണ് നിങ്ങളുടെ പേര് ഈ കഥയിൽ രേഖപ്പെടുത്തുന്നത്? കാരണം ഓരോ ആത്മാവിനും ഒരു നിമിഷം തീർച്ചയായും ലഭിക്കും. അപ്പോൾ പ്രപഞ്ചം പറയും, ഇപ്പോൾ നിന്റെ സമയം വന്നിരിക്കുന്നു. എന്നാൽ ഈ ശബ്ദം വളരെ മൃദുവായിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് നഷ്ടപ്പെടും. അത് ശബ്ദത്തിൽ മുങ്ങിപ്പോകും. അത് വളരെ യാഥാർത്ഥ്യമാണ്. അതിനെ വിശ്വസിക്കാൻ ഭയമാണ്. എന്നാൽ ഇന്ന് നിങ്ങൾ ഈ ശബ്ദം കേട്ടെങ്കിൽ അത് യാദൃശ്ചികമല്ല, അത് ഒരു അടയാളമാണ്. ഇന്ന് രാത്രി എന്തോ വലുത് തീരുമാനിക്കപ്പെടും. നിങ്ങൾക്ക് ഈ
ആശങ്ക, ഈ ആകർഷണം ഉണ്ടെങ്കിൽ അതിന് കാരണം ഒന്ന് മാത്രമാണ്: നിങ്ങളോടൊപ്പം എന്തോ അസാധാരണമായ ഒന്ന് സംഭവിക്കാൻ പോകുന്നു. നിങ്ങൾ കുട്ടിയായിരുന്നപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എത്ര സ്വപ്നങ്ങളുണ്ടായിരുന്നു എന്ന് ഓർമ്മയുണ്ടോ? നിങ്ങളുടെ ഭാവനയിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ഉയരമുള്ള കൊടുമുടികളിൽ കണ്ടു, പറന്നുയർന്ന് പ്രകാശിക്കുകയും ആരെയെങ്കിലും രക്ഷിക്കുകയും നിങ്ങളെ തന്നെ തെളിയിക്കുകയും ചെയ്തു. എന്നാൽ കാലം കഴിഞ്ഞുപോയി. ലോകം ആ സ്വപ്നങ്ങളെ നിങ്ങളിൽ നിന്ന് തട്ടിയെടുത്തു. എന്നാൽ പ്രപഞ്ചം തട്ടിയെടുത്തതില്ല. നിങ്ങൾ വീണ്ടും നിങ്ങളുടെ യഥാർത്ഥ രൂപത്തിലേക്ക് തിരിച്ചെത്തുന്നതുവരെ പ്രപഞ്ചം ആ സ്വപ്നങ്ങളെ സംരക്ഷിച്ചു. നിങ്ങൾ ശ്രദ്ധിക്കും, ഇതുവരെ നിങ്ങളെ വിഷമിപ്പിച്ച കാര്യങ്ങൾ ഇനി നിങ്ങളെ ബാധിക്കില്ല. ആളുകൾ അതുപോലെ തന്നെയായിരിക്കും. എന്നാൽ അവരുടെ വാക്കുകൾ ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ കുത്തിക്കേറില്ല. ദുരിതങ്ങൾ അതുപോലെ തന്നെയായിരിക്കും. എന്നാൽ അവ ഇപ്പോൾ നിങ്ങളെ തകർക്കില്ല. കാരണം നിങ്ങൾ ഇപ്പോൾ ഉള്ളിൽ നിന്ന് മാറുകയാണ്. ഈ മാറ്റം ഉപരിതലത്തിൽ നടക്കുന്ന ഒരു ചെറിയ കാര്യമല്ല. ഇത് ആത്മാവിന്റെ തലത്തിൽ നടക്കുന്നു. നിങ്ങൾ ചിന്തിക്കും, ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? കാരണം പ്രപഞ്ചം ഇപ്പോൾ നിങ്ങളെ ഒരു പുതിയ അധ്യായത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നു. കൂടാതെ ആ അധ്യായം ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു. ഈ സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം വ്യക്തമായിരിക്കില്ല. പാദമങ്ങിയതായി തോന്നിയേക്കാം. ഇനി എന്തു ചെയ്യണം, എവിടെ പോകണം, ആരെ വിശ്വസിക്കണം എന്ന് നിങ്ങൾക്ക് മനസ്സിലാകാതെ വന്നേക്കാം. എന്നാൽ ഈ ആശയക്കുഴപ്പവും ഒരു അടയാളമാണ്. പ്രപഞ്ചം നിങ്ങളുടെ ജീവിതകഥ വീണ്ടും എഴുതുകയാണ്. ഓരോ പുതിയ തുടക്കത്തിലും പഴയ കാര്യങ്ങൾ അസ്ഥിരമായി മാറും. ഇത് മാറ്റത്തിന്റെ രാത്രിയാണ്. നിങ്ങൾ ഇവ എല്ലാത്തിനും ഇടയിൽ ശാന്തമായിരുന്നാൽ നിങ്ങൾ ഭാഗ്യവാനാണ്. കാരണം ഈ രാത്രി ഒരു സാധാരണ തീയതിയല്ല. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവാണ്. റെയിൽ പാളത്തിൽ പെട്ടെന്ന് ദിശ മാറിയതുപോലെ നിങ്ങളുടെ ജീവിതത്തിന്റെ ദിശ ഈ ദിവസം മുതൽ മാറുന്നു. നിങ്ങളുടെ ലക്ഷ്യം ഇനി പഴയതായിരിക്കില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ജോലി ഏൽപ്പിക്കപ്പെടും. അത് നിങ്ങൾക്ക് മാത്രമേ ചെയ്യാൻ കഴിയൂ. നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ആത്മാവിനായി നിങ്ങൾ ഈ ഭൂമിയിൽ ജനിച്ചു ആ വ്യക്തിയായി മാറാൻ പോകുന്നു. അതിനാൽ ഈ രാത്രി നിങ്ങൾക്ക് ഒറ്റപ്പെട്ടതായി തോന്നിയാൽ ഭയപ്പെടേണ്ട. കാരണം പ്രപഞ്ചം ആദ്യം തന്റെ പ്രതിഫലന ആത്മാക്കളെ ഹൃദയത്തിൽ നിന്ന് വേർപെടുത്തും. അതിനാൽ അവരുടെ അനുഗ്രഹം വരുമ്പോൾ ഒരു ശബ്ദവും ആശയക്കുഴപ്പവും ഉണ്ടാകില്ല. സത്യം മാത്രമേ ഉണ്ടാകൂ. നിങ്ങളുടെ പേര് ഒരു പുതിയ കഥയുടെ ആദ്യ പേജിൽ എഴുതപ്പെടാൻ പോകുന്നു. ഒരുപക്ഷേ ഇന്ന് രാത്രി നിങ്ങൾ വളരെ സാധാരണമായി ചെലവഴിക്കുന്നു. ഒരു മുറിയിൽ ഒറ്റയ്ക്ക് ഫോണിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ജനലിലൂടെ നിലാവിനെ നോക്കിക്കൊണ്ടോ ആകാം. പക്ഷേ നിങ്ങൾക്ക് അറിയില്ല, ഈ നിമിഷം എവിടെയോ ദൂരെ ഒരു ശക്തി നിങ്ങളുടെ പേരിന് മുന്നിൽ ഒരു പുതിയ ഭാവിയെ എഴുതുന്നു. കൂടാതെ ആ ഭാവി നിങ്ങളുടെ ഭാവനയ്ക്ക് അതീതമാണ്. ഇപ്പോൾ ചോദ്യം എന്തെന്നാൽ നിങ്ങൾ എന്ത് ആഗ്രഹിക്കുന്നു എന്നതല്ല ചോദ്യം. നിങ്ങൾ അത് അംഗീകരിക്കാൻ തയ്യാറാണോ? കാരണം പ്രപഞ്ചം നൽകുമ്പോൾ അത് നിങ്ങളുടെ സാധാരണ നിലയ്ക്ക് അനുസരിച്ച് നൽകില്ല. അത് നിങ്ങളുടെ ആത്മാവിന്റെ ഉയർന്ന കഴിവിനനുസരിച്ച് നൽകും. അത് നിങ്ങളെ നിങ്ങളുടെ നിലയുമായിട്ടല്ല, നിങ്ങളുടെ ആത്മാവിന്റെ പ്രകാശവുമായിട്ടാണ് അളക്കുന്നത്. ഈ രാത്രി ആ പ്രകാശം കാണുന്നു. നിങ്ങളുടെ കൈകൾ ഇപ്പോൾ ഒഴിഞ്ഞിരിക്കാം, പക്ഷേ നിങ്ങളുടെ ഹൃദയം നിറഞ്ഞിരിക്കുന്നു. നിങ്ങൾ ആഗ്രഹിച്ചത് ഒന്നും ഇപ്പോൾ നിങ്ങളുടെ പക്കൽ ഇല്ലാതിരിക്കാം, പക്ഷേ നിങ്ങളെ ചുറ്റിപ്പറ്റി കറങ്ങുന്ന ശക്തി എല്ലാം മാറ്റും. നിങ്ങളുടെ ആത്മാവിന് നിങ്ങൾ ഈ ഭൂമിയിൽ ആദ്യമായി കാലെടുത്തുവെച്ചതു മുതൽ വിളി വരുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച സംഭവങ്ങൾ, ഒറ്റയടിക്ക് തകർന്ന ബന്ധങ്ങൾ, കാരണമില്ലാതെ ഉയർന്ന കാര്യങ്ങൾ,
വീണ്ടും വീണ്ടും ഒരേ അവസ്ഥയിൽ കുടുങ്ങുന്നത്. ഇവയെല്ലാം അടയാളങ്ങളാണ്. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന അവസ്ഥയിലേക്ക് വരാൻ നിങ്ങൾ ആരാണെന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ള ഈ അടയാളങ്ങൾ. നിങ്ങൾ വിചാരിക്കുന്നു ഇതൊരു സാധാരണ ദിവസം, മറ്റൊരു വീഡിയോ. പക്ഷേ നിങ്ങളുടെ ആത്മാവിന് അറിയാം ഇത് സാധാരണമല്ല. ഈ ദിവസം വ്യത്യസ്തമാണ്. ഈ നിമിഷം വ്യത്യസ്തമാണ്. കാരണം ഇന്ന് നിങ്ങൾ ആ ശബ്ദം കേൾക്കുന്നു. ജനനം മുതൽ നിങ്ങളെ ആകർഷിക്കുന്ന ഒരു ശബ്ദം. പക്ഷേ നിങ്ങൾക്ക് അത് തിരിച്ചറിയാൻ കഴിയുന്നില്ല. നിങ്ങളുടെ ജീവിതം അത്ര സാധാരണമല്ല. നിങ്ങൾ ഈ ഭൂമിയിൽ വെറുതെ ജീവിക്കാൻ വന്നതല്ല. നിങ്ങളുടെ ജോലി വെറും ഭക്ഷണം കഴിക്കുക, സമ്പാദിക്കുക, ഒരു ദിവസം മണ്ണോട് ചേരുക എന്നതല്ല. നിങ്ങൾ ഒരു ലക്ഷ്യത്തോടെയാണ് വന്നത്. ഒരു മഹത്തായ ലക്ഷ്യത്തോടെയാണ് വന്നത്. ആ ലക്ഷ്യം തിരിച്ചറിയാൻ ഇപ്പോൾ സമയമായിരിക്കുന്നു. നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തൽ ലഭിച്ചിരിക്കുന്നു. ഇപ്പോൾ ആ നിമിഷം വന്നെത്തിയിരിക്കുന്നു. അതിൽ എല്ലാം മാറാൻ പോകുന്നു. നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ പൂർത്തിയാക്കാതെ വിട്ടുപോയ കർമ്മങ്ങൾ, പൂർത്തിയാകാത്ത പ്രാർത്ഥനകൾ, പൂർത്തിയാകാത്ത യാത്രകൾ, പൂർത്തിയാകാത്ത പ്രണയങ്ങൾ, ഈ ജീവിതത്തിൽ എല്ലാ അപൂർണതകളെയും പൂർത്തിയാക്കാൻ നിങ്ങൾക്ക് അവസരം ലഭിച്ചിരിക്കുന്നു. ഇപ്പോൾ പ്രപഞ്ചം നിങ്ങളെ ചുറ്റി ഒരു സംഭവങ്ങളുടെ ശൃംഖല സൃഷ്ടിച്ചിരിക്കുന്നു. അത് നിങ്ങളെ യഥാർത്ഥ പാതയിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുവരുന്നു. നിങ്ങൾ ആഗ്രഹിച്ചതും ആഗ്രഹിക്കാത്തതും നിങ്ങൾ സഹിച്ചു. മാത്രമല്ല, നിങ്ങൾ വളരെ ഒറ്റപ്പെട്ടിരുന്നപ്പോഴും എല്ലാവരും നിങ്ങളെ വിട്ടുപോയപ്പോഴും പ്രപഞ്ചം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. അത് നിങ്ങളെ ആ ശൂന്യതയിൽ ഒരു ശക്തിയാക്കി മാറ്റി. ആ ശക്തി നിങ്ങൾ മറന്നുപോയി. ആ ശക്തിയെ നിങ്ങൾ തിരിച്ചറിയാൻ ഇപ്പോൾ ആ ശക്തി വീണ്ടും ഉണരേണ്ട സമയം വന്നിരിക്കുന്നു. ഇന്ന് നിങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള ശക്തി സാധാരണമായതല്ല. അത് ഏത് ഇരുളിനെയും നീക്കാൻ കഴിവുള്ളതാണ്. നിങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ കഴിവുള്ളതാണ്. നമ്മുടെ മനസ്സിൽ പല ചോദ്യങ്ങളും ഉണ്ടാകും. ഞാൻ ശരിയാണോ ചെയ്യുന്നത്? എന്റെ കഠിനാധ്വാനം ഫലം നൽകുമോ? എനിക്ക് അർഹമായത് ലഭിക്കുമോ? ഈ ചോദ്യങ്ങൾ നിങ്ങളുടെ ആത്മാവിന്റെ ശബ്ദമാണ്. അത് നിങ്ങളെ വിളിക്കുന്നു. നിങ്ങൾ തയ്യാറായിരിക്കുക. ഇപ്പോൾ എഴുന്നേൽക്കുക. നിങ്ങൾക്ക് ഉള്ളിൽ അനന്തമായ ഊർജമുണ്ട്. അത് നിങ്ങൾക്ക് ഓരോ തടസ്സങ്ങളെയും മറികടക്കാൻ ശക്തി നൽകുന്നു. ആ ഊർജം നിങ്ങളുടെ ചിന്തകൾക്കപ്പുറമാണ്. ഈ ശബ്ദത്തിന്റെ അർത്ഥം ഇപ്പോൾ നിങ്ങളുടെ യാത്ര ആരംഭിച്ചു എന്നതാണ്. ആ യാത്ര നിങ്ങളെ നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്കും നിങ്ങൾ അറിയേണ്ട സത്യത്തിലേക്കും നയിക്കും. നിങ്ങളുടെ ജീവിതം ഒരു മനോഹരമായ കഥയാണ്. അതിൽ ഓരോ അധ്യായവും തനതായതാണ്. ഓരോ സന്തോഷവും, ഓരോ ദുഃഖവും, ഓരോ പോരാട്ടവും നിങ്ങളുടെ യാത്രയുടെ ഒരു ഭാഗമാണ്. ഇന്ന് ഈ വിളി നിങ്ങളുടെ കഥയിൽ ഏറ്റവും മനോഹരമായ അധ്യായം എഴുതാൻ നിങ്ങൾക്ക് അവസരം നൽകുന്നു. നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കാം, ഈ വിളിക്ക് ഞാൻ തയ്യാറാണോ? എനിക്ക് ആ ധൈര്യമുണ്ടോ? ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അതെ. നിങ്ങൾക്കുള്ളിൽ ആ ശക്തിയുണ്ട്. നിങ്ങൾക്കുള്ളിൽ ആ ഉത്സാഹമുണ്ട്. അത് നിങ്ങളെ നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് അടുപ്പിക്കും. ഇന്ന് ഈ വിളി ഒരു അടയാളം മാത്രമല്ല, ഒരു വാഗ്ദാനമാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയത്തിലേക്ക് നിങ്ങൾ ചുവടുവെക്കുന്നു എന്ന് പ്രപഞ്ചം നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. കാരണം നിങ്ങളുടെ ആന്തരിക സത്യം നിങ്ങൾ മനസ്സിലാക്കുകയും അത് അംഗീകരിക്കുകയും ചെയ്യും. ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നു മാത്രം. നിങ്ങളുടെ ആത്മാവിന്റെ ശബ്ദം കേൾക്കുക. നിങ്ങളുടെ ഹൃദയത്തിന്റെ വിളി തിരിച്ചറിയുക. ആ വിളിക്ക് മറുപടി നൽകുക. കാരണം നിങ്ങൾ മറുപടി നൽകുമ്പോൾ നിങ്ങളുടെ മുഴുവൻ ജീവിതവും മാറും. നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ ശക്തി, നിങ്ങളുടെ സന്തോഷം എല്ലാം മാറും. ഈ വിളി നിങ്ങൾ ഉള്ളിൽ അനുഭവിക്കുമ്പോൾ നിങ്ങളെ ചുറ്റുമുള്ള ഈ അതിർവ് നിങ്ങൾ ശ്രദ്ധിക്കുന്നു. അത്
പ്രപഞ്ചം നിങ്ങളെ പ്രവർത്തിപ്പിക്കാൻ തുടങ്ങി എന്നതിന് ഒരു തെളിവാണ്. നിങ്ങൾ ഒരു വഴിത്തിരിവിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഇവിടെ നിന്ന് തിരികെ പോകുന്നത് സാധ്യമല്ല. ഇതുവരെ നിങ്ങൾ ഒരു പാത തേടിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ പാത നിങ്ങളെ തേടും. ഒരു ആത്മാവ് തന്റെ ശക്തി മറക്കുമ്പോൾ പ്രപഞ്ചം അതിനെ ഓർമ്മിപ്പിക്കാൻ സിഗ്നലുകൾ അയക്കും. ഇന്നേക്ക് നിങ്ങൾ ആ സിഗ്നലിനെ നേരിട്ടു. ഇപ്പോൾ എന്തോ നടക്കാൻ പോകുന്നു. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ നടന്നതില്ല. നിങ്ങൾ വിചാരിക്കുന്നത് അല്ല, നിങ്ങൾ ആഗ്രഹിച്ചത് അല്ല, എന്നാൽ നിങ്ങൾക്കായി ഇതിനകം എഴുതപ്പെട്ടത്. നിങ്ങൾ ആയിരിക്കുന്ന ഈ നിമിഷം ദിവ്യമാണ്. നിങ്ങൾ കാണുന്നത് പുറം ലോകം മാത്രമാണ്. എന്നാൽ നിങ്ങൾക്ക് ഉള്ളിൽ നടക്കുന്നത് ആത്മാവിന്റെ പുനർജന്മമാണ്. നിങ്ങൾ വീണ്ടും സൃഷ്ടിക്കപ്പെടുന്നു. ഈ തവണ സമൂഹം ആഗ്രഹിക്കുന്ന വ്യക്തിയായിട്ടല്ല, പ്രപഞ്ചം ആഗ്രഹിക്കുന്ന ആത്മാവായി മാറാൻ പോകുന്നു. നിങ്ങൾ എല്ലാവരും പോകാൻ കഴിയാത്ത പാതയിൽ നടക്കണം. അതുകൊണ്ടാണ് നിങ്ങൾ തടയപ്പെട്ടത്. അതുകൊണ്ടാണ് നിങ്ങൾ തകർക്കപ്പെട്ടത്. നിങ്ങൾ വീണ്ടും സൃഷ്ടിക്കപ്പെട്ടാൽ അതുല്യമായിരിക്കണം. ഈ നിമിഷം സാധാരണമായതല്ല. ഇത് മനസ്സിലാക്കുക. ഇത് അനുഭവിക്കുക. കാരണം ഇതാണ് ആ സമയം. പ്രപഞ്ചം സ്വയം നിങ്ങളുടെ മുന്നിൽ വന്ന സമയം. നിങ്ങൾക്ക് ചുറ്റും നടക്കുന്നത് വെറും സാഹചര്യങ്ങളല്ല, അതൊരു സംഭാഷണമാണ്. പ്രപഞ്ചം നിങ്ങളോട് സംസാരിക്കുന്നു. കഴിവിലൂടെയും ഓരോ തടസ്സത്തിലൂടെയും ഓരോ സ്വപ്നത്തിലൂടെയും. ഇപ്പോൾ ആ ഭാഷ മനസ്സിലാക്കണം. അത് വാക്കുകൾക്കതീതമാണ്. വരും ദിവസങ്ങളിൽ നടക്കുന്ന കാര്യം നിങ്ങളെ ഇളക്കിമറിക്കും. എന്നാൽ ഭയപ്പെടേണ്ട. ആ ഇളക്കം നിങ്ങളെ വീഴ്ത്താനല്ല, നിങ്ങളെ നിങ്ങളുടെ വേരുകളിൽ നിന്ന് പറിച്ചെടുത്ത് നിങ്ങൾ തഴച്ചു വളരാൻ കഴിയുന്നിടത്ത് നടാനാണ്. അവിടെയാണ് നിങ്ങളുടെ യഥാർത്ഥ ജീവിതം ആരംഭിക്കുന്ന സ്ഥലം. ഇപ്പോൾ ആ സത്യം നിങ്ങളുടെ മുന്നിൽ വരാൻ പോകുന്നു. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നിമിഷം മുതൽ ഇത് വെറുമൊരു വീഡിയോ അല്ലെന്ന് മനസ്സിലാക്കുക. ഇത് പ്രപഞ്ചം നിങ്ങൾക്ക് അയച്ച ഒരു സന്ദേശമാണ്. ഒരു വിളി. ഈ നിമിഷത്തിൽ നിങ്ങൾ ഒരു വലിയ മാറ്റത്തിന് സാക്ഷിയായി നിൽക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ അധ്യായം എഴുതപ്പെടുന്നു. കൂടാതെ ഈ അധ്യായത്തിൽ നിങ്ങൾ ഒരു കഥാപാത്രം മാത്രമല്ല, കഥയുടെ ഹൃദയം. ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് മാത്രം: ഈ സിഗ്നൽ സ്വീകരിക്കുക. നിങ്ങളുടെ ഹൃദയത്തിലുള്ള ആ ശക്തിയെയും ധൈര്യത്തെയും ആശ്ലേഷിക്കുക. നിങ്ങൾ ഈ ഭൂമിയിൽ ഒരു ലക്ഷ്യത്തോടെയാണ് ജനിച്ചത്. ആ ലക്ഷ്യം ഇപ്പോൾ നിങ്ങൾക്ക് വെളിപ്പെടുത്തപ്പെടും. നിങ്ങൾ കഴിഞ്ഞ കാലത്ത് എത്ര തവണ തകർന്നാലും എത്ര തവണ നിരാശപ്പെട്ടാലും ആ നിമിഷങ്ങൾ നിങ്ങളെ ഇന്ന് തയ്യാറാക്കി. നിങ്ങൾ ഇതുവരെ നേരിട്ട ഓരോ വെല്ലുവിളിയും ഓരോ വേദനയും ഓരോ കണ്ണീരും നിങ്ങൾക്കുള്ളിൽ ഒരു ശക്തി സൃഷ്ടിച്ചു. ആ ശക്തി ഇപ്പോൾ പുറത്തുവരാൻ തയ്യാറാണ്. പ്രപഞ്ചം ഒരു വാഗ്ദാനം നൽകുന്നു. ഈ വിളിക്ക് നിങ്ങൾ പ്രതികരിച്ചാൽ നിങ്ങളുടെ സ്വപ്നങ്ങളെ നിങ്ങൾ സങ്കൽപ്പിക്കുക മാത്രമല്ല, അവയെ ജീവിക്കാനും തുടങ്ങും. നിങ്ങൾ ഒരു സാധാരണ ജീവിതത്തിനായി ജനിച്ചതല്ല, നിങ്ങൾ ഒരു അസാധാരണ ലക്ഷ്യത്തോടെ ഈ ഭൂമിയിൽ കാലെടുത്തുവച്ചിരിക്കുന്നു. ആ ലക്ഷ്യം ഇപ്പോൾ നിങ്ങൾക്ക് ഓർമ്മിപ്പിക്കപ്പെടും. ഇന്ന് രാത്രി നിങ്ങൾ ഒരു പുതിയ യാത്രയിൽ കാലെടുത്തുവെക്കുന്നു. ഈ യാത്രയിൽ നിങ്ങൾ തനിച്ചല്ല, പ്രപഞ്ചം നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളുടെ ഓരോ ചിന്തയും, നിങ്ങളുടെ ഓരോ കലയും, നിങ്ങളുടെ ഓരോ ലക്ഷ്യവും ഇപ്പോൾ പ്രപഞ്ചത്തിന്റെ ശക്തിയുമായി ചേരുന്നു. ഇപ്പോൾ ഒരു ആഴത്തിലുള്ള ശ്വാസമെടുത്ത് നിങ്ങളുടെ ഹൃദയത്തിൽ കൈവച്ച് വീണ്ടും പറയുക: ഞാൻ തയ്യാറാണ്. ഞാൻ പ്രപഞ്ചത്തിന്റെ ഒരു ഭാഗമാണ്. ഞാൻ എന്റെ ലക്ഷ്യത്തിനായി സൃഷ്ടിക്കപ്പെട്ടു. ഒന്നും എന്നെ തടയാൻ കഴിയില്ല. ഈ വാക്കുകൾ നിങ്ങളുടെ ആത്മാവിൽ ആഴത്തിൽ അനുഭവിക്കുക. ഈ നിമിഷത്തിൽ നിങ്ങൾ ഒരു വ്യക്തി മാത്രമല്ല, നിങ്ങൾ പ്രപഞ്ചത്തിന്റെ ഒരു അത്ഭുതകരമായ സൃഷ്ടിയാണ്. നിങ്ങൾക്കുള്ളിൽ അനന്തമായ ഊർജമുണ്ട്. ആ ഊർജം ഇപ്പോൾ പുറത്തുവരാൻ തയ്യാറാണ്. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഈ നിമിഷം ഒരു അടയാളമാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവാണ്. ഇപ്പോൾ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ഈ തിരഞ്ഞെടുപ്പ് നിങ്ങളുടെ ജീവിതത്തെ സ്ഥിരമായി മാറ്റാൻ പോകുന്നു.
ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നു മാത്രം: ഈ വിളി കേൾക്കുക, ഈ അടയാളം സ്വീകരിക്കുക. നിങ്ങളുടെ ആത്മാവിന്റെ യഥാർത്ഥ പാതയിൽ നടക്കാൻ തുടങ്ങുക. നിങ്ങൾ ഈ ഭൂമിയിലേക്ക് ഒരു ലക്ഷ്യത്തോടെയാണ് വന്നിരിക്കുന്നത്. ആ ലക്ഷ്യം ഇപ്പോൾ നിങ്ങൾക്കറിയാം. പ്രപഞ്ചം നിങ്ങളോടൊപ്പമുണ്ട്. ഇപ്പോൾ നിർത്തരുത്. ഇപ്പോൾ തിരിഞ്ഞു നോക്കരുത്. നിങ്ങളുടെ സ്വപ്നങ്ങൾ ജീവിക്കുക. നിങ്ങളുടെ ആത്മാവിന്റെ വിളി പിന്തുടരുക. പ്രപഞ്ചം നിങ്ങൾക്ക് വഴികാട്ടും. ഈ വീഡിയോ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു നിമിഷം മാത്രമല്ല, ഇത് നിങ്ങളുടെ പുതിയ തുടക്കമാണ്. ഇത് നിങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുക. നിങ്ങൾ വഴിതെറ്റിപ്പോയെന്ന് തോന്നുമ്പോഴെല്ലാം ഈ സന്ദേശം വീണ്ടും കേൾക്കുക. കാരണം പ്രപഞ്ചത്തിന്റെ ഈ ശബ്ദം ഒരിക്കലും തെറ്റായിരിക്കില്ല. അത് ഇപ്പോൾ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. തയ്യാറായിരിക്കുക. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുന്നു. നിങ്ങൾ ഇപ്പോൾ ഒരു ആത്മാവായി മാറിയിരിക്കുന്നു. പ്രപഞ്ചം വളരെക്കാലമായി വിളിച്ചുകൊണ്ടിരിക്കുന്ന ആ ആത്മാവ്, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചത്തിന്റെ വിളി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ പ്രഭാതം നൽകട്ടെ. നിങ്ങൾക്ക് ഈ സന്ദേശം യഥാർത്ഥത്തിൽ ഹൃദയത്തെ സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അനുഭവിക്കേണ്ടത് കുറിച്ചെടുത്താൽ മറക്കാതെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളെ പോലെ ശരിയായ പാത തേടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രിയപ്പെട്ടവർക്കും ഇത് പങ്കിടുക. ഇനി വരുന്ന പ്രപഞ്ചത്തിന്റെ സിഗ്നലുകൾ നിങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കാൻ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ഐക്കണും അമർത്തുക. നിങ്ങളുടെ വിശ്വാസത്തിനും പുതിയ തുടക്കത്തിനും ഒരു തെളിവായി താഴെ നന്ദി പ്രപഞ്ചമേ എന്ന് കമന്റ് ചെയ്യുക. നന്ദി പ്രപഞ്ചമേ.